നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷൻ സ്വാഗതം. നോക്കാം പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. കേരളം നാളെ ബൂത്തിലേക്ക് പോളിംഗ് പകൽ 7 മുതൽ വൈകിട്ട് 6 വരെ. പാലക്കാട് വോട്ടർമാർക്ക് പണം നൽകി BJP. വീഡിയോ ചിത്രീകരിച്ചവർക്കെതിരെ ശോഭാ സുരേന്ദ്രന്റെ ഭീഷണി. കണ്ണൂർ കോൺഗ്രസിൽ പൊട്ടിത്തെറി. സണ്ണി ജോസഫ് കെ സുധാകരനെ ചതിച്ചു. സണ്ണി ജോസഫിനെതിരെ ആഞ്ഞടിച്ച് സുധാകരൻ അനുകൂലികൾ. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ. ഹോർമോസ് തുറക്കും. ഇറാനെതിരായ ആക്രമണത്തിൽ നിന്നും പിന്മാറി ട്രംപ്. ആരോഗ്യം, സാമ്പത്തിക വളർച്ച, വിദ്യാഭ്യാസം നിരവധി സൂചകങ്ങളിൽ കേരളം മികച്ചത്. റിപ്പോർട്ട്. മഹാപ്രളയത്തിന് കാരണം മഴ ക്രമാതീതമായി പെയ്തത്. ഡാമുകളുടെ പ്രവർത്തനത്തിൽ വീഴ്ചയില്ല. എന്തുകൊണ്ട് ഇനിയും ഇടതുപക്ഷം വേണം? കൂലിവേല ചെയ്ത് കുടുംബം പോറ്റുന്ന എഴുത്തുകാരൻ സർക്കാരിനെ സാക്ഷ്യപ്പെടുത്തുന്നു. വയനാട് പിരിവിന് കോൺഗ്രസിന് വേറെയും അക്കൗണ്ട്. ഇതിലേക്കും കോടികൾ ലഭിച്ചു. ചിക്മംഗ്ലൂരുവിൽ മലയാളി വിദ്യാർത്ഥിനിയെ കാണാതായി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കേരളം നാളെ ബൂത്തിലേക്ക് പോളിംഗ് പകൽ 7 മുതൽ വൈകിട്ട് 6 വരെ. നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടുകൾ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെ രേഖപ്പെടുത്താമെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ അറിയിച്ചു. മോക്ക് പോളിംഗ് വെളുപ്പിന് 5:30 നടത്തും. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മൈക്രോ ഒബ്സർവർമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മോക്ക് പോൾ നടത്തുക. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. നിശ്ചിത സമയം കഴിഞ്ഞും വോട്ട് ചെയ്യാൻ ആളുകൾ ക്യൂവിലുണ്ടെങ്കിൽ അവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ അവസരം നൽകും. ഇതിനായി വരിയിൽ ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന ആൾ മുതൽ മുന്നോട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ട ടോക്കണുകൾ വിതരണം ചെയ്യും. വരിയുടെ അവസാനം നിൽക്കുന്ന ആൾക്ക് 1-ാം നമ്പർ ടോക്കണും തൊട്ട് മുന്നിലുള്ളവർക്ക് 2, 3 എന്നിങ്ങനെ ക്രമത്തിൽ ടോക്കണുകൾ നൽകി വരിയുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾക്ക് അവസാനത്തെ നമ്പർ ടോക്കൺ ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണം. ഇത്തരത്തിൽ ടോക്കൺ ലഭിക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാവുന്നതാണ് എന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ 21,76,984 വോട്ടർമാരാണുള്ളത്. ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് സാധന സാമഗ്രികൾ 11 മണ്ഡലങ്ങളിലേക്കും ഇന്ന് വിതരണം ചെയ്തു. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 മുമ്പ് തന്നെ എല്ലായിടത്തും വിതരണം പൂർത്തിയാക്കി. ഉദ്യോഗസ്ഥർ ബസ്സുകളിൽ ബൂത്തിലേക്ക് യാത്രയായി. മട്ടന്നൂർ മണ്ഡലത്തിലെ വിതരണ കേന്ദ്രമായ മട്ടന്നൂർ HSSൽ രാവിലെ 8 മണിക്ക് വരണാധികാരി എത്തി സ്ട്രോങ് റൂം തുറന്നു. 20 കൗണ്ടറുകളിൽ നിന്ന് ആദ്യം കിറ്റ് വിതരണം ചെയ്തു. മാർക്കഡ് കോപ്പികൾ, സ്റ്റാറ്റ്യൂട്ടറി ഫോമുകൾ, നോൺ സ്റ്റാറ്റ്യൂട്ടറി ഫോമുകൾ, പശ, സീൽ, നൂൽ എന്നിവയുടേതാണ് കിറ്റ്. ചെക്ക് ലിസ്റ്റ് പ്രകാരം കിറ്റിലെ സാധനങ്ങൾ ഒത്തുനീക്കി ബോധ്യപ്പെട്ട ഉദ്യോഗസ്ഥർ തുടർന്ന് വോട്ടിംഗ് യന്ത്രം, ബാലറ്റ് യൂണിറ്റ്, VVPAT എന്നിവ ഏറ്റുവാങ്ങി. കൂത്തുറമ്പ് മണ്ഡലത്തിലെ വിതരണ കേന്ദ്രമായ നെല്ലമകരി കോളേജിലെ വിതരണ കേന്ദ്രത്തിൽ 20 കൗണ്ടറുകളിൽ നിന്നായി ടീമുകൾ സാധന സാമഗ്രികൾ വിതരണം ചെയ്തു. ഇവിടെ ഒരു ടീമിലെ 2 പേർ അവധിയായതിനാൽ റിസർവിൽ നിന്നും പകരം 2 പേരെ ഉൾപ്പെടുത്തി. മറ്റു മണ്ഡലങ്ങളിലും കൃത്യ സമയത്ത് വിതരണം തുടങ്ങിയും പൂർത്തീകരിക്കുകയും ചെയ്തു. കുഞ്ഞുങ്ങളുമായി പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്നവർക്ക് ആശ്വാസം. ജില്ലയിലെ 70 പോളിംഗ് സ്റ്റേഷനുകളിൽ ക്രഷ് സൗകര്യമൊരുക്കും. കുഞ്ഞുങ്ങളെയും എടുത്ത് വോട്ടിടാൻ എത്തുന്നവർക്ക് ആശ്വാസമായി ജില്ലയിലെ 70 പോളിംഗ് ബൂത്തുകളിൽ കുട്ടികൾക്കായി ക്രഷ് സൗകര്യം ഒരുക്കും. ഇതിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും 15 പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളും ഉൾപ്പെടും. വനിതാ ശിശു വികസന വകുപ്പാണ് സൗകര്യമൊരുക്കുന്നത്. അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി മുലയൂട്ടുന്നതിനുള്ള ഫീഡിംഗ് സൗകര്യവും ഉണ്ടാകും. കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള കളിപ്പാട്ടങ്ങൾ, ഊഞ്ഞാൽ, കിടക്ക എന്നിവ ക്രഷ് സൗകര്യമുള്ള പോളിംഗ് ബൂത്തിൽ ഉണ്ടാകും. ഓരോ ബൂത്തിലും 2 വീതം അംഗനവാടി പ്രവർത്തകരാണ് ഇതിന് മേൽനോട്ടം വഹിക്കുക. കണ്ണൂർ കോൺഗ്രസിൽ പൊട്ടിത്തെറി. സണ്ണി ജോസഫ് കെ സുധാകരനെ ചതിച്ചു. സണ്ണി ജോസഫിനെതിരെ ആഞ്ഞടിച്ച് സുധാകര അനുകൂലികൾ. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തിയപ്പോഴും കണ്ണൂർ കോൺഗ്രസിൽ തമ്മിൽ തല്ലി ഒഴിയുന്നില്ല. സണ്ണി ജോസഫിനെതിരെ വലിയ കോലാഹലങ്ങളുമായി കെ സുധാകരൻ അനുകൂലികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സണ്ണി ജോസഫ് കെ സുധാകരനെ ചതിച്ചുവെന്നും ഈ ചതിക്ക് പേരാവൂരിൽ മറുപടി നൽകുമെന്നും പേരാവൂരിൽ സണ്ണി ജോസഫ് പരാജയപ്പെടുമെന്നും മൈനോറിറ്റി കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് KR ഖാദർ പറഞ്ഞു. കണ്ണൂരിൽ TM മോഹനും തോൽക്കുമെന്നും സുധാകരനെ സ്നേഹിക്കുന്നവർ ഈ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് സണ്ണി ജോസഫിനെതിരെ ഗുരുതര ആരോപണവുമായി കെ സുധാകരൻ രംഗത്തെത്തിയത്. തന്നെ സ്ഥാനാർത്ഥി ആക്കരുതെന്നാവശ്യപ്പെട്ട് സണ്ണി ജോസഫും VD സതീശനും എഴുതിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമല്ലെന്ന് കഴിഞ്ഞ ദിവസമാണ് കെ സുധാകരൻ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് DGPക്ക് പരാതി നൽകാൻ
ഒരുങ്ങുകയാണെന്നും കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കെ സുധാകരൻ അനുകൂലികളുടെ വിമർശനം. മൂന്നാം പിണറായി സർക്കാർ വരുന്നതിന് വോട്ട് ചെയ്യണം. KPCC സെക്രട്ടറി DV വിനോദ് കൃഷ്ണ കോൺഗ്രസ് വിട്ടു. മൂന്നാം പിണറായി സർക്കാർ വരുന്നതിന് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി വിട്ട് KPCC സെക്രട്ടറി വിനോദ് കൃഷ്ണ പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ എല്ലാ സ്ഥാനങ്ങളും രാജിവെക്കുന്നുവെന്നും വിനോദ് കൃഷ്ണ രാജിക്കത്തിലൂടെ പറഞ്ഞു. രാഷ്ട്രീയ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് രാജി സമർപ്പിക്കുന്നതായി കത്തിൽ പറഞ്ഞു. മൂന്നാം പിണറായി സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിനാണ് ഈ തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മതേതരത്വം സംരക്ഷിക്കുന്നതിനും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനും കോൺഗ്രസിൻ്റെ പ്രസക്തി ഓരോ ദിവസവും കുറഞ്ഞു വരികയാണെന്ന് അദ്ദേഹം രാജിക്കത്തിൽ പറയുന്നു. പാർട്ടിക്കുള്ളിലെ ഘടനാപരവും സംഘടനാപരവുമായ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. 50 വയസ്സിന് താഴെയുള്ളവർക്ക് പ്രധാന നേതൃസ്ഥാനങ്ങളിൽ മതിയായ പ്രാതിനിധ്യമില്ലാത്തത് യുവാക്കളുമായുള്ള ബന്ധം കുറയ്ക്കുന്നു. 2005 നേതൃമാറ്റം ലക്ഷ്യമിട്ട് ആരംഭിച്ച കോൺഗ്രസ് റൈവൈവ് മൂവ്മെൻറ്റ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാത്തതും സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും പാർട്ടിയുടെ തിരിച്ചടികൾക്ക് കാരണമായതായി അദ്ദേഹം രാജിക്കത്തിലൂടെ ചൂണ്ടിക്കാട്ടി. പാലക്കാട് വോട്ടർമാർക്ക് പണം നൽകി BJP, വീഡിയോ ചിത്രീകരിച്ചവർക്കെതിരെ ശോഭാ സുരേന്ദ്രന്റെ ഭീഷണി. പാലക്കാട് വോട്ടർമാർക്ക് പണം നൽകി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ BJP ശ്രമം. പാലക്കാട് മണ്ഡലം BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പണം വിതരണം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ബുധൻ രാവിലെ കണ്ണാടി പഞ്ചായത്തിലെ തെരുവുകൃഷിയിലാണ് സംഭവം. പണം നൽകുന്നതിന്റെ വീഡിയോ ചിത്രീകരിച്ചവർക്കെതിരെ ശോഭാ സുരേന്ദ്രൻ ഭീഷണി മുഴക്കി. നിശബ്ദ പ്രചരണ ദിവസമാണ് പഞ്ചായത്തിലെ 16ാം വാർഡിലെ വോട്ടറായ ദേവുവിന് 5000 രൂപ ശോഭയുടെ കാറിലുണ്ടായിരുന്ന യുവതി വീട്ടിലെത്തി നൽകിയത്. ദേവുവിന്റെ വീട്ടിൽ വോട്ടർമാരെ കണ്ട് റോഡരികിൽ നിർത്തിയ കാറിലേക്ക് മടങ്ങിയ ശോഭ തന്റെ കൂടെ ഉണ്ടായിരുന്ന യുവതിയെ പണം നൽകി വീട്ടിലേക്ക് വീണ്ടും അയക്കുകയായിരുന്നു. പണം വീട്ടിലെ വയോധികയുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദൃശ്യം റോഡിൽ മറ്റൊരു കാറിൽ ഉണ്ടായിരുന്ന ആളുകൾ ചിത്രീകരിച്ചു. പണം നൽകിയ ശേഷം യുവതി തിടുക്കത്തിൽ ശോഭയുടെ കാറിലേക്ക് ഓടുന്നു ദൃശ്യവും വീഡിയോയിലുണ്ട്. വീഡിയോ എടുക്കുന്നത് മനസ്സിലാക്കിയ ശോഭ കാറിൽ നിന്നിറങ്ങി ഇവരെ ഭീഷണിപ്പെടുത്തി. ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. വാക്കേറ്റവും ഉണ്ടായി. അടിച്ച് കരണക്കുറ്റി പൊട്ടിക്കുമെന്നായിരുന്നു ഭീഷണി. പണം നൽകിയതിനെ കുറിച്ച് പ്രതികരിക്കാൻ ശോഭ തയ്യാറുമായില്ല. BJP നേതാവ് പ്രമീല ശശിധരനും ശോഭയുടെ കൂടെ ഉണ്ടായിരുന്നു. സംഭവത്തിൽ പരാതി ഉയർന്നതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. ഇതിനു മുമ്പും വാർഡിലെ വോട്ടർമാർക്ക് പണം നൽകുന്നതായി പരാതിയുണ്ടായിരുന്നതും പണം നിറച്ച BJP സ്ഥാനാർത്ഥിയുടെ വാഹനം അടിയന്തരമായി പരിശോധിക്കണമെന്നും CPM ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് CPM നേതാവ് NN കൃഷ്ണദാസ് പറഞ്ഞു. UP രജിസ്ട്രേഷനുള്ള ധാരാളം വാഹനങ്ങൾ പാലക്കാട്ടേക്ക് വരുന്നുണ്ട്. കെട്ടുകണക്കിന് പണമാണ് ഇറക്കുന്നത്. അതീവ ഗൗരവമാണ് ഈ വിഷയം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പലതവണ പരാതി നൽകിയിട്ടും നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ചിക്ക്മാംഗ്ലൂരുവിൽ മലയാളി വിദ്യാർത്ഥിനിയെ കാണാതായി. ചിക്ക്മാംഗ്ലൂരിൽ വിനോദയാത്രയ്ക്കിടെ മലയാളി വിദ്യാർത്ഥിനിയെ കാണാതായി. പാലക്കാട് കടമ്പഴിപ്പുറ സ്വദേശിനി ശ്രീനന്ദ 14-നെയാണ് ചിക്ക്മാംഗ്ലൂർ മണിക്കധാര വ്യൂ പോയിന്റിൽ നിന്നും കാണാതായത്. 40 അംഗ സംഘത്തോടൊപ്പമാണ് ശ്രീനന്ദ വിനോദയാത്രക്കായി എത്തിയത്. കുട്ടിയെ കാണാതായ ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ ആരംഭിച്ചു. എന്നാൽ രാത്രിയായതോടെ തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു. ഇന്ന് രാവിലെ വീണ്ടും പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. നിലവിൽ ഔദ്യോഗിക തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ആരോഗ്യം, സാമ്പത്തിക വളർച്ച, വിദ്യാഭ്യാസം നിരവധി സൂചകങ്ങളിൽ കേരളം മികച്ചത് റിപ്പോർട്ട്. ആരോഗ്യ, സാമ്പത്തിക വളർച്ച, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ നിരവധി സൂചകങ്ങളിൽ കേരളം ഇന്ത്യയിൽ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളെക്കാളും മികച്ച നിലയിലാണെന്ന് റിപ്പോർട്ട്. പ്രധാന സാമൂഹിക സാമ്പത്തിക സൂചികകൾ വിശകലനം ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ കേരളം കാര്യമായ നേട്ടങ്ങൾ കൈവരിച്ചതായി ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്ത് കേരളം സ്ഥിരതയുള്ള ശക്തമായ സാമ്പത്തിക വളർച്ച കൈവരിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിശീർഷക സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തിൽ 23 സംസ്ഥാനങ്ങളിൽ 7ാം സ്ഥാനമാണ് കേരളം. കേരളത്തിലെ ഗ്രാമീണ മേഖലയിലേക്കും സാമ്പത്തിക വികസനം ഉണ്ടാക്കുന്നതായി ഡാറ്റ കാണിക്കുന്നു. സംസ്ഥാനത്തെ ശരാശരി ദിവസം വേതന നിരക്ക് 868 രൂപയാണ്. ഇത് എല്ലാ സംസ്ഥാനങ്ങളെക്കാളും ഉയർന്ന നിരക്കാണ്.
ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള മാനവ വികസന സൂചികയിലും സംസ്ഥാനം 2ാം സ്ഥാനമാണ്. 2021-22 ദേശീയ കുടുംബാരോഗ്യ സർവേയിലെ ഡാറ്റ പ്രകാരം ശിശുമരണ നിരക്ക് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ കേരളത്തിലാണ്. കേരളത്തിൽ ശിശുമരണ നിരക്ക് 4.4 ആണ്. കേരളത്തിലെ നിരക്കിന്റെ 8 ഇരട്ടിയുമാണ് ദേശീയ ശരാശരി 35.2. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ മാതൃമരണ നിരക്കും കേരളത്തിലാണ്. സ്ത്രീ ആരോഗ്യത്തിലും ശുചിത്വത്തിലും കേരളം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. എന്നാൽ കുട്ടിയുടെ മുഴുവൻ വാക്സിനേഷൻ നിരക്കിൽ കേരളം 12ാം സ്ഥാനമാണ്. 15 മുതൽ 19 വരെയുള്ള പ്രായത്തിൽ അമ്മയാകുന്ന സ്ത്രീകളുടെ എണ്ണവും കേരളത്തിൽ വളരെ കുറവാണ്. കേരളത്തിലെ 93% സ്ത്രീകൾക്കും ആർത്തവ ശുചിത്വ സംരക്ഷണത്തിനുള്ള മാർഗങ്ങൾ ലഭ്യമാണ്. സംസ്ഥാനത്തുള്ള 78% കുട്ടികൾക്കും എല്ലാ അടിസ്ഥാന വാക്സിനേഷനുകളും ലഭിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സൂചകങ്ങളുടെ കാര്യത്തിലും കേരളം മുൻപന്തിയിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിലെ അഡ്ജസ്റ്റ് നെറ്റ് എൻറോൾമെന്റ് നിരക്കിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ലോക ബാങ്കിന്റെ കണക്കനുസരിച്ച് ഈ സൂചകം പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി സ്കൂളിൽ ചേർക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹയർ സെക്കൻഡറി തലത്തിൽ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. ഹയർ സെക്കൻഡറിയിലെ സംസ്ഥാനത്തിന്റെ മൊത്ത പ്രവേശനാനുപാതം അഖിലേന്ത്യാ ശരാശരിയായ 57%-ത്തേക്കാൾ കൂടുതലാണ്. ഈ സൂചകത്തിൽ ആദ്യത്തെ 3 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അടിസ്ഥാന സൗകര്യങ്ങളിലും കേരളം മുന്നിലാണ്. ഗ്രാമപ്രദേശങ്ങളിലെ ഇന്റർനെറ്റ് സാന്ദ്രത കാര്യത്തിൽ 28 സംസ്ഥാനങ്ങളിൽ 2ാം സ്ഥാനമാണ് കേരളം. ക്ഷേമ നയങ്ങൾക്കൊപ്പം മനുഷ്യന്റെ അടിസ്ഥാന വികസനത്തിലും കേരളം 10 വർഷം കൊണ്ട് മുന്നേറുന്നതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് ഇനിയും ഇടതുപക്ഷം വേണം? കൂലിവേല ചെയ്ത് കുടുംബം പോറ്റുന്ന എഴുത്തുകാരൻ സർക്കാരിനെ സാക്ഷ്യപ്പെടുത്തുന്നു. സംസ്ഥാനത്ത് ഇടതുഭരണം തുടർന്നാൽ കൂടുതൽ നല്ല ജീവിത സാഹചര്യങ്ങളും സാമൂഹിക വ്യവസ്ഥയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എഴുത്തുകാരനായ മുഹമ്മദ് അബ്ബാസ്. ഇടതുപക്ഷ ഭരണം തുടരണമെന്നാണ് എന്റെ ആഗ്രഹമെന്നും എന്നെ സംബന്ധിച്ച് ഞാൻ ഈ സർക്കാർ തൃപ്തനാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഹമ്മദ് അബ്ബാസിന്റെ വാക്കുകൾ: കൂലിപ്പണിയെടുത്ത് കുടുംബം പോറ്റുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വലിയ വലിയ രാഷ്ട്രീയ ദർശനങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയില്ല. എന്റെയും എന്റെ ജീവിത സഹജീവികളുടെയും ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെ എനിക്കറിയുകയുള്ളൂ. ഇടതുപക്ഷ ഭരണം തുടരണമെന്നാണ് എന്റെ ആഗ്രഹം. അതിന് ഞാൻ പറയുന്ന കാര്യങ്ങളും അനുഭവങ്ങളും മറ്റുള്ളവർക്ക് നിസ്സാരമായി തോന്നിയേക്കാം. അത് എന്റെ കുറ്റമല്ല. രോഗം വന്നാൽ ഞാൻ ആദ്യം ഓടുന്നത് ഡിസ്പെൻസറിയിലേക്കാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് അവിടെ നിന്നും എഴുതി കിട്ടുന്ന മരുന്നുകൾ പുറത്തു നിന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല. അതിനു മുമ്പ് പല മരുന്നുകളും പുറത്തുനിന്നും പണം കൊടുത്ത് വാങ്ങിയായിരുന്നു. മക്കളിൽ ഒരാൾക്ക് പനി വന്നാൽ പോലും എന്റെ കൂലിയുടെ 3/4 ഭാഗവും മരുന്നിന് ചിലവിടണമായിരുന്നു. മാത്രവുമല്ല, ഇപ്പോൾ വൈകിട്ട് 5 മണി വരെ ഡിസ്പെൻസറികൾ പ്രവർത്തിക്കുന്നുണ്ട്. റേഷൻ കടയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒറ്റ മാസം പോലും എനിക്ക് അരി മുടങ്ങിയിട്ടില്ല. അരി പുറത്തു നിന്നാണ് ഞാൻ വാങ്ങുന്നതെങ്കിൽ എത്രയാവും എന്റെ കൂലിയിൽ ബാക്കി ഉണ്ടാവുക എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. എന്റെ മക്കൾക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് പഠിക്കാൻ മണ്ണെണ്ണ വിളക്കോ മെഴുകുതിരിയോ കത്തിച്ച് വെളിച്ചമുണ്ടാക്കേണ്ട പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടായിട്ടില്ല. എന്റെ പരിസരത്തുള്ള LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റവും നല്ല നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നത്. മനോഹരമായ ആ കെട്ടിടങ്ങളിൽ പലതും പെയിന്റ് ചെയ്ത ആളാണ് ഞാൻ. പ്രൈവറ്റ് സ്കൂളുകളെക്കാൾ മികച്ച നിലവാരം ഇന്ന് സർക്കാർ സ്കൂളുകൾക്കുണ്ട്. കുറച്ചൊക്കെ യാത്ര ചെയ്യുന്ന ആളെന്ന നിലയിൽ മാറാല പിടിച്ച സീറ്റുകൾ പൊളിഞ്ഞോ പരുക്കൻ പെരുമാറ്റിലായ ജീവനക്കാരോട് കൂടിയ KSRTC ബസ്സുകൾ ഇന്നില്ല. പ്രൈവറ്റ് ബസ്സിനേക്കാൾ നിലവാരവും കാര്യക്ഷമതയും സർക്കാർ ബസ്സുകൾക്ക് ഇപ്പോഴുണ്ട്. എന്റെ ഭാര്യയുടെ ഉമ്മ പെൻഷൻ വാങ്ങുന്ന ആളാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് അവരുടെ പെൻഷൻ മുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ 2 മാസമായി എന്റെ ഭാര്യ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നുണ്ട്. എല്ലാത്തിലും ഉപരിയായി കഴിഞ്ഞ 10 വർഷങ്ങളിൽ കേരളത്തിൽ ഒരു വർഗീയ ലഹള പോലും ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ സർക്കാരിൽ തൃപ്തനാണ്. എടുത്തു പറയാൻ തക്ക ആക്ഷേപങ്ങളൊന്നും കാര്യമായിട്ട് എനിക്കില്ല. ഈ ഭരണം തുടർന്നാൽ കൂടുതൽ നല്ല ജീവിത സാഹചര്യങ്ങളും സാമൂഹിക വ്യവസ്ഥയും ഉണ്ടാവുമെന്നും എനിക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഈ ഭരണം തുടരാൻ ഞാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നു. മറിച്ച് അഭിപ്രായമുള്ളവർക്ക് മറ്റ് 2 മുന്നണികളിൽ ഏതിനെങ്കിലും വോട്ട് ചെയ്യാം. അതിനെയാണല്ലോ നമ്മൾ ജനാധിപത്യമെന്നും പൗരാവകാശമെന്നും വിളിക്കുന്നതെന്ന് സസ്നേഹം അബ്ബാസ്. വയനാട് പിരിവിന് കോൺഗ്രസിന് വേറെയും അക്കൗണ്ട്, ഇതിലേക്കും കോടികൾ ലഭിച്ചു. മുണ്ടക്കൈ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള ഫണ്ട് സമാഹരണത്തിന് എന്ന പേരിൽ കോൺഗ്രസ് ആരംഭിച്ച ചില അക്കൗണ്ടുകളിലെ വിവരങ്ങൾ മറച്ചുവെച്ചു. ധനലക്ഷ്മി ബാങ്കിലെ അക്കൗണ്ടിൽ ലഭിച്ച പണം മാത്രമാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. പുറമെ ഫെഡറൽ ബാങ്കിലും അക്കൗണ്ടുകളുണ്ട്, ഇതിലേക്കും കോടികൾ ലഭിച്ചു.
ധനലക്ഷ്മി ബാങ്ക് ശാസ്തമംഗലം ബ്രാഞ്ചിലെ അക്കൗണ്ട് സ്റ്റാറ്റസ് വിത്ത് വയനാട് INC എന്ന ആപ്പുമായി ബന്ധിപ്പിച്ച് എന്നാണ് വിവരം. കെ സുധാകരൻ പ്രസിഡന്റായിരിക്കെ 2024 ആഗസ്റ്റ് 17 അക്കൗണ്ട് ആരംഭിച്ചത്. ഇതിലെ 5.5 കോടിയാണ് സണ്ണി ജോസഫ് കണക്കെന്ന പേരിൽ വായിച്ചത്. എന്നാൽ ഫെഡറൽ ബാങ്കിന്റെ പട്ടം ബ്രാഞ്ചിലും അക്കൗണ്ട് തുടങ്ങിയിരുന്നു. കോടികൾ ലഭിക്കുകയും അവ പലതവണയായി പിൻവലിക്കുകയും ചെയ്തു. UAE-യിലുള്ള ഒരു മലയാളിയുടെ അക്കൗണ്ടിലേക്ക് പോയത് 53 ലക്ഷത്തോളം രൂപയും ഇതിൽ ഉൾപ്പെടും. ഇതേ വ്യക്തിക്ക് ഫെബ്രുവരിയിൽ ധനലക്ഷ്മി ബാങ്കിലെ അക്കൗണ്ടിൽ നിന്നും 1 കോടി രൂപ കൈമാറിയിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് 21 മുതലാണ് ആപ്പ് പ്രവർത്തിച്ചു തുടങ്ങിയതെങ്കിലും അതിനു മുമ്പ് പിരിവ് തുടങ്ങിയിരുന്നു. ആഗസ്റ്റ് 9 ഓൺലൈനായി ചേർന്ന രാഷ്ട്രീയകാര്യ സമിതിയാണ് പണം പിരിക്കാൻ മണ്ഡലം കമ്മിറ്റികളോട് നിർദ്ദേശിച്ചത്. CPM-ഓ DYF-ഓ പണം പിരിച്ചിരുന്നില്ല. ആക്രിപെറുക്കി വിറ്റു കൂലിപ്പണിയെടുത്തുമെല്ലാമായിരുന്നു DYF 20 കോടി രൂപ കണ്ടെത്തിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കാനായിരുന്നു CPM നിർദ്ദേശം. ഈ അവസരം ഉപയോഗിച്ച് കോൺഗ്രസ് കാര്യമായി പിരിച്ചു. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം എന്ന നിലയിൽ മറ്റു സംസ്ഥാന കമ്മിറ്റികളും പണം അയച്ചിട്ടുണ്ട്. തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി 1 കോടി രൂപയാണ് അയച്ചത്. ഇത് അക്കൗണ്ടുകളിലെല്ലാം മറ്റു കമ്മിറ്റികളിൽ സഹായം വ്യക്തമാണ്. പുറമെ കോൺഗ്രസിന്റെ പ്രവാസി സംഘടനകൾ, മണ്ഡലം കമ്മിറ്റികൾ എന്നിവയും പിരിച്ചു. 3.5 കോടിയേ എത്തിയുള്ളൂ എന്നും വീട് നിർമ്മാണം പണമില്ലെന്നുമുള്ള സണ്ണി ജോസഫിന്റെ കണക്കിൽ പൊരുത്തക്കേടുണ്ട്. പിരിച്ച പണം മുഴുവൻ അക്കൗണ്ടിലേക്ക് എത്തിയില്ല എന്ന് വ്യക്തം. KPCCയുടെ മറ്റൊരു അക്കൗണ്ടിലേക്കും വ്യക്തികളുടെ അക്കൗണ്ടിലേക്കും പണം ഒഴുകി എന്ന സംശയം ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. ആപ്പിലെ QR കോഡും ദുരുപയോഗിച്ചതാണ് സൂചന. ഖാദി മേള തുടങ്ങി. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെയും പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെയും വിഷു ഈസ്റ്റർ ഖാദി മേള കണ്ണൂർ ഖാദി ഗ്രാമ സൗഭാഗ്യയിൽ ആരംഭിച്ചു. മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ KC സോമൻ നമ്പ്യാർക്ക് നൽകി. പയ്യന്നൂർ ഖാദി കേന്ദ്ര ഡയറക്ടർ B ഷിബു ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% സർക്കാർ റിബേറ്റ് ലഭിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെയാണ് വിൽപ്പന. 14 സമാപിക്കും. പുതിയ സിൽക്ക് ചുരിദാർ ടോപ്പുകൾ, TNR സിൽക്ക് സാരി, പയ്യന്നൂർ പട്ടുസാരി, ഡാക്ക മാസ്ലിൻ ഷർട്ട് പീസുകൾ, ചൂരൽ ഉൽപ്പന്നങ്ങൾ, സമ്മർ കൂൾ ഷർട്ടുകൾ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങൾ മേളയിലുണ്ട്. മഹാപ്രളയത്തിന് കാരണം മഴ ക്രമാതീതമായി പെയ്തത്. ഡാമുകളുടെ പ്രവർത്തനത്തിൽ വീഴ്ചയില്ല. 2018 പ്രളയം LDF സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലമാണെന്ന മാത്യു കുഴൽനാടന്റെ MLA-യുടെ ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധം. ഡാമുകളിലെ ജലനിരപ്പ് ശാസ്ത്രീയമായി നിയന്ത്രിക്കുന്നതിൽ സർക്കാരിന് വലിയ വീഴ്ചയുണ്ടായതാണ് പ്രളയത്തിന് കാരണമെന്നായിരുന്നു കുഴൽനാടന്റെ വാദം. എന്നാൽ ഇവ തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് കേന്ദ്ര ജല കമ്മീഷന്റെ 2018 പ്രളയ റിപ്പോർട്ട്. 2018 ആഗസ്റ്റ് 15 മുതൽ 17 വരെയുള്ള 3 ദിവസങ്ങളിൽ കേരളത്തിൽ ലഭിച്ചത് 414 മീറ്റർ എന്ന അത്യപൂർവ മഴയാണ്. ഇത് സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ എത്രയോ മടങ്ങായിരുന്നു. ഡാമുകൾ പ്രളയമുണ്ടാക്കി എന്ന വാദം തെറ്റാണെന്ന് ജല കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇടുക്കി ഇടമലയാർ ഡാമുകൾ പുറത്തേക്ക് വിട്ടതിനേക്കാൾ കൂടുതൽ വെള്ളം സംഭരിക്കുകയാണ് ചെയ്തത്. ഇത് പ്രളയത്തിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പ്രളയ സമയത്ത് ഡാമുകളിൽ നിന്നുമുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് മൊത്തം ഇൻഫ്ലോയുടെ ചെറിയ ശതമാനം മാത്രമായിരുന്നു. പമ്പയിൽ 14%, പെരിയാറിൽ 18% മാത്രമായാണ് ഡാമുകൾ പുറത്തുവിട്ടത്. പുതുതായി പണിത ഷട്ടറുകൾ അടക്കം ജനറേറ്റർ എത്തിച്ച് കൃത്യസമയത്ത് തന്നെ തുറന്നിരുന്നു. ഇക്കാര്യം നിയമസഭാ രേഖകളിൽ വ്യക്തമാണ്. മന്ത്രി K കൃഷ്ണൻകുട്ടിയും മുൻ മന്ത്രി മാത്യു T തോമസും ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കോൺഗ്രസ് ഇത്തരം സമര നാടകങ്ങളുമായി ഇറങ്ങുന്നത്. 2018 നവംബർ 30 ഹൈബി ഈഡന്റെ ചോദ്യത്തിന് നിയമസഭയിൽ വ്യക്തമായ മറുപടി നൽകിയതാണ്. വർഷങ്ങൾക്ക് ശേഷം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വീണ്ടും ഇത് ഉന്നയിക്കുന്നതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും, മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ആഗസ്റ്റ് ആദ്യവാരം തന്നെ ഡാമുകൾ തുറന്ന് ജലനിരപ്പ് ക്രമീകരിച്ചിരുന്നുവെങ്കിലും പ്രകൃതിയുടെ അപ്രതീക്ഷിത പ്രഹരത്തെ ഉൾക്കൊള്ളാൻ പരിമിതികൾ ഉണ്ടായിരുന്നു. മണ്ഡലത്തിൽ പരാജയം ഉറപ്പായ സാഹചര്യത്തിൽ വോട്ടെടുപ്പിന്റെ തലേന്ന് വ്യാജ വാർത്തകൾ ചമച്ച് വോട്ടർമാരെ കബളിപ്പിക്കാനാണ് മാത്യു കുഴൽനാടൻ ശ്രമിക്കുന്നതെന്ന് മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ. ഹോർമോസ് തുറക്കും. ഇറാനെതിരായ ആക്രമണത്തിൽ നിന്ന് അമേരിക്ക പിന്മാറി. ഇറാനെ ചുട്ടുചാമ്പലാക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്ക നിശ്ചയിച്ചിരുന്ന സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ യുദ്ധ നീക്കത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുന്നതായി ട്രംപ് അറിയിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും നടത്തിയ നേരിട്ടുള്ള അഭ്യർത്ഥനയെ തുടർന്നാണ് 2 ആഴ്ചത്തെ വെടിനിർത്തലിന് അമേരിക്ക തയ്യാറായത്. ഇറാനു നേരെ ചൊവ്വാഴ്ച രാത്രി നടത്താനിരുന്ന കൊടും ആക്രമണങ്ങൾ ഇതോടെ നിർത്തിവച്ചിരുന്നു.
ഹോർമസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകാൻ ഇറാൻ തയ്യാറാകണമെന്ന വ്യവസ്ഥയിലാണ് ഈ ഇരട്ട വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുദ്ധ ലക്ഷ്യങ്ങളെല്ലാം അമേരിക്കൻ ഇതിനോടകം കൈവരിച്ചുവെന്നും പശ്ചിമേഷ്യയിലെ സമാധാനത്തിനായി ഇറാനുമായി ദീർഘകാല കരാറിലെത്താൻ സാധിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളടങ്ങിയ കരാർ ചർച്ചകൾക്ക് അടിസ്ഥാനമാക്കാമെന്നും 2 ആഴ്ചക്കുള്ളിൽ ഈ കരാർ അന്തിമ രൂപത്തിലെത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.